ഹലോ അപ്പം എന്ന് പറയുന്ന ടെർബോ സിനിമ അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ തലവൻ അതുപോലെ തന്നെ അരമന എന്ന സിനിമയുടെ ഫോർത്ത് പാർട്ട് എന്നീ സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റ് ആണ് സംസാരിക്കാൻ പോകുന്ന ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റഡീസ് യൂട്യൂബ് ചാനൽ. അത് കളക്ഷൻ ടെർബോ സിനിമേൻ്റെയാണ്. സിനിമ ശനിയാഴ്ച ദിവസം മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1.5 കോടിയുടെ അടുത്താണ് സിനിമ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഓൾമോസ്റ്റ് കേരളത്തിൽ മാത്രമായിട്ട് 28 കോടിയുടെ മുകളിലാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് 10 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 63 കോടിയുടെ അടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സിനിമ 80 കോടി കടന്നു എന്ന്. സിനിമ ഇപ്പോഴും 63 കോടിയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, സിനിമയ്ക്ക് അഡ്വാൻസ് ആയിട്ട് ഞായറാഴ്ച ദിവസത്തേക്ക് എത്തുമ്പോൾ സിനിമയ്ക്ക് 42 ലക്ഷം കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഞായറാഴ്ച ഒരു കിടിലൻ കളക്ഷൻ എടുക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക്. അടുത്ത ശനിയാഴ്ച ദിവസം തന്നെ തലവൻ എന്ന നമ്മുടെ ജിസ് ജോയ് ഡയറക്ഷനിൽ വന്ന ആസിഫ് അലി, ബിജു മേനൻ കുട്ടികെട്ടിൽ വന്ന സിനിമയ്ക്കും നല്ലൊരു കളക്ഷൻ ഉണ്ട്. 1 കോടി ഇല്ലെങ്കിൽ പോലും സിനിമയ്ക്ക് 77 ലക്ഷമാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ തന്നെയാണ് നമ്മുടെ ജിസ് ജോയ് ആസിഫ് അലി സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, സിനിമയ്ക്ക് ഞായറാഴ്ച ദിവസം അഡ്വാൻസ് ആയിട്ടുള്ള കളക്ഷൻ നോക്കുമ്പോൾ ഒരു 28 ലക്ഷം കാണാൻ സാധിക്കുന്നുണ്ട് അഡ്വാൻസ് ആയിട്ട് ഞായറാഴ്ച ദിവസത്തേക്ക്. അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് സിനിമേൻ്റെയാണ്. വിപിൻ ദാസ് ഡയറക്ഷനിൽ വന്ന രാജുവേട്ടൻ, നിഖില, വിമൽ, അനുസര രാജ അതുപോലെ തന്നെ ബേസിൽ ജോസഫ് എന്നിവരൊക്കെ അഭിനയിച്ച സിനിമയുടെ കളക്ഷനാണ്. സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് 39.3 കോടി, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 7 കോടി, ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് 46.3 കോടി, ഓവർസീസ് രാജ്യങ്ങളിൽ നിന്ന് സിനിമയ്ക്ക് 31.7 കോടി, വേൾഡ് വൈഡ് ആയിട്ട് 78 കോടി, ഓൾമോസ്റ്റ് 80 കോടിയിലോട്ട് ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് സിനിമയാണ് കടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സിനിമയ്ക്ക് ശനിയാഴ്ച ദിവസം ഓൾമോസ്റ്റ് 1 കോടിയുടെ അടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ. ഞായറാഴ്ച ദിവസം ആണെങ്കിൽ പോലും സിനിമയ്ക്ക് അഡ്വാൻസ് കളക്ഷൻ ആയിട്ട് ഇപ്പോൾ 38 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും നല്ലൊരു ഗ്രോത്തും നല്ലൊരു ഹോൾഡും സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പ്രത്യേകത ഉള്ളൊരു കാര്യം. അടുത്ത അരമന 4 എന്ന സിനിമേൻ്റെ 28 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷനാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് 65 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. AP ബാർ TG നിന്ന് 6.75 കോടി, കർണാടകയിൽ നിന്ന് 4.15 കോടി, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1.20 കോടി, ഓവർസീസ് രാജ്യങ്ങളിൽ നിന്ന് 18.9 കോടി, അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് 96 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇതുവരെ വന്നാൽ തമിഴ്നാട്ടിൽ അത്യാവശ്യം നല്ല കളക്ഷൻ നേടിയൊരു സിനിമയും കൂടിയായി മാറിയിരിക്കുകയാണ് ഈ വർഷത്തെ അരമണ എന്ന സിനിമ ഫോർത്ത് പാർട്ട്. പക്ഷേ ഒഫീഷ്യൽ പോസ്റ്ററിൽ 100 കോടി കംപ്ലീറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. സ്റ്റിൽ സിനിമ 100 കോടി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത് വെറും തള്ളു തന്നെയാണ്. 96 കോടിയാണ് സിനിമ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഡിസ്നിയിൽ ഈ വരുന്ന ജൂൺ മാസം OTT റിലീസിനും വരുന്നുണ്ട്. കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് കാത്തിരിക്കുന്നത് ചെയ്യുക സ്റ്റോക്ക് സിറ്റി.